ഇവിടെ ഒരാളുടെ ഫേസിലെ സ്കിന്ന് മുഴുവൻ ഇളകാൻ തുടങ്ങുന്നു. അയാൾ അതെല്ലാം വലിച്ചൂരുമ്പോൾ തലയിൽ ഒരു ചാക്ക് കൊണ്ട് മൂടിയ രീതിയിലാണുള്ളത്. അദ്ദേഹത്തിന്റെ മകൾ ഓടി വന്ന് അതിന്റെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നു. ആ ചാക്ക് ഉരുമാറ്റുമ്പോഴാണ് കാണുന്നത് ആ രൂപം കാണാൻ അവളെ പോലെ തന്നെയാണുള്ളത്. തന്റെ കഴുത്തിൽ എന്തോ മുറുകുന്നത് പോലെ തോന്നിയപ്പോഴാണ് അവൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നത്. നോക്കുമ്പോൾ അവളുടെ കഴുത്തിൽ ഒരു ചരട് തനിയെ ടൈറ്റ് ആവുന്നു. ഭാഗ്യത്തിന് പെട്ടെന്ന് അവിടേക്ക് അവളുടെ ഫ്രണ്ട് വന്ന് ആ ചരട് മുറിച്ചു മാറ്റുന്നു. ആക്ച്വലി ആ രൂപം ഒരു മോൺസ്റ്റർ ആണ്. ആദ്യം ആ പെൺകുട്ടിയുടെ അച്ഛനായിരുന്നു അതിന്റെ ഓണർ. അതിനുശേഷം അച്ഛന്റെ പേരിലുണ്ടായിരുന്ന പ്രോപ്പർട്ടീസ് ഇവളുടെ പേരിലേക്ക് ആയപ്പോൾ ആ ഓണർ അവളായി മാറി. ആ മോൺസ്റ്ററിന് മരിച്ചുപോയവരുടെ രൂപത്തിലേക്ക് മാറാനുള്ള കഴിവുണ്ട്. മരണപ്പെട്ടവരുടെ എന്തെങ്കിലും വസ്തുക്കൾ അത് വിഴുങ്ങുമ്പോൾ അവരുടെ രൂപത്തിലേക്ക് അത് മാറുന്നു. അങ്ങനെ ഒരു ദിവസം ഒരാൾ തന്റെ മരിച്ചുപോയ വൈഫിനെ കാണാനായി വരുന്നു. അപ്പോൾ ആ മോൺസ്റ്റർ തന്ത്രപരമായി അയാളോട് തന്റെ ഓണറിനെ കൊന്നാൽ വൈഫിനൊപ്പം നിരന്തരമായി ജീവിക്കാമെന്ന് പറയുന്നു. അതുകൊണ്ട് അയാൾ അവളെ കൊല്ലുന്നു. ഇപ്പോൾ ഓണർ മരിച്ചതുകൊണ്ട് മോൺസ്റ്റർ ഓണറിന്റെ ഫോൺ വിഴുങ്ങി അവളുടെ രൂപത്തിലേക്ക് മാറുന്നു. എന്നിട്ട് പറഞ്ഞ വാക്ക് പാലിക്കാതെ അയാളെയും കൊന്നുകളയുന്നു. അതിനൊരു ഓണർ ഇല്ലാത്തത് കൊണ്ട് അത് ഫ്രീ ആവുന്നു. എന്നിട്ട് ആ ബിൽഡിംഗ് ഫുള്ള് തീ വെച്ച് നശിപ്പിച്ച് അവിടെ നിന്ന് പോകുന്നു.